അപ്പോൾ നമുക്ക് നോക്കാം ഈ സിമ്പിൾ ഐറ്റം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ശരിക്കും വാട്ടർഫോൾസ് പോലെ തന്നെ തോന്നും ഇത്. അപ്പോൾ ഞാനൊരു പരന്ന കല്ല് ഏറ്റവും അടിയിൽ വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഞാൻ ചെറിയൊരു സ്റ്റോൺ ആർട്ട് ചെയ്തു. സ്റ്റോൺ ആർട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു 4-5 കല്ലെങ്കിലും മിനിമം വേണം. അതിങ്ങനെ സൈസ് കുറഞ്ഞ് വരുന്ന രീതിയിലാണ് നല്ലത്. അപ്പോൾ അത് ഒന്ന് ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഓർഡറിൽ തന്നെ ഇത് ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. വൺസ് ഇതെല്ലാതും ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് അക്രിലിക് പെയിൻ്റ് ആണ്. ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്താൽ സ്മോക്ക് നന്നായിട്ട് വരുന്നത് കാണുന്ന കാരണം ഞാൻ ബ്ലാക്ക് പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ ചെറുതായിട്ട് അക്രിലിക് പെയിൻറ്റിൻ്റെ മുകളിൽ കുറച്ച് പേൾ പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണത്. വൺസ് ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു പീസ് ഓഫ് ക്ലേ ആണ്. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഈ കോൺ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. നമുക്ക് സ്മോക്ക് കറക്റ്റ് ഒരു ഹോളിൽ കൂടെ വരാൻ വേണ്ടിയിട്ട് ഇതിലൊരു ഹോൾ ഇട്ട് കൊടുക്കും വേണം. അപ്പോൾ ഞാൻ ഇതിനൊരു ഫ്ലവർ ഷേപ്പ് ഉണ്ടാക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സാധാ ബ്രഷ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആ ക്ലേയിൽ ഇട്ടിട്ടുള്ള ഹോള് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തു. ഇപ്പോൾ ഞാൻ അത് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഹോള് കല്ലിൽ വന്നിട്ട് അടഞ്ഞു പോകരുത്. സ്മോക്ക് ബ്ലോക്കില്ലാതെ വരുന്ന രീതിയിൽ തന്നെ വെക്കണം. അപ്പോൾ ഇതാ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബാക്ക്ഫ്ലോ ഇൻസെൻസ് ബേണറാണ് ഇന്ന് കാണിച്ചത്. ഇനി നമുക്ക് ഇത് വേറൊരു മെത്തേഡിൽ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലേ വേണം. ഞാൻ സാധാ എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി നീഡ് ചെയ്തതിന് ശേഷം അതിൽ ഞാനൊരു ലീഫിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ലീഫിൻ്റെ ഷേപ്പ് രണ്ട് ലീഫ് വേണം നമുക്ക്, ഒന്ന് ചെറുതും ഒന്ന് വലുതും. അപ്പം ഞാൻ കറക്റ്റ് വെയിൻസൊക്കെ ഇതേപോലെ ഇട്ട് കൊടുത്ത് ഇനി ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കണത് നമുക്കൊരു പാത്രത്തിൽ ഒന്ന് വെക്കണം. എന്നാലേ ആ ഷേപ്പ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ ലീഫിൽ സ്മോക്ക് ഫില്ലാവില്ല. അപ്പോൾ ഇതേപോലെ ഒരു ക്ലിംഗ് റാപ്പ് യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ ഷേപ്പ് ഉണ്ടാക്കാം. വൺസ് അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കതെടുത്തിട്ട് പെയിൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ കോൺ വെക്കാൻ വേണ്ടിയിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കണം. അപ്പോൾ ഫ്ലവറിൻ്റെ ബേസിലാണ്, നടുവിലായിട്ടാണ് ഈ കോൺ ഇരിക്കുക. അപ്പോൾ അതിന് അവിടെ ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തു ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ. ഇനി നമുക്ക് ഈ പെറ്റൽസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് പെറ്റൽസിനൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് ലൈൻസൊക്കെ ഇട്ട് കൊടുത്തിട്ട് പെയിൻറ്റ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പേൾ പെയിൻ്റാണ്. അക്രിലിക് പെയിൻറ്റും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പേൾ പെയിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. വൺസ് ഈ പെയിൻറ്റ് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാം. ഇത് അറ്റാച്ച് ചെയ്യാൻ ഞാൻ ഹോട്ട് ഗ്ലൂ ഗൺ അല്ല കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്, സൂപ്പർ ഗ്ലൂ ആണ്. ഇനി നമുക്കിതേപോലെ ഒരു കോൺ എടുത്തിട്ട്, ബാക്ക്ഫ്ലോ കോൺ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട്, അതുണ്ടാക്കേണ്ട മെത്തേഡ് ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോയിലുണ്ട്. അതെടുത്തിട്ട് കത്തിച്ച് നോക്കാം. സക്സസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സിമ്പിൾ ഐറ്റംസ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.